നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പരാജയത്തിൽ CPIM-നെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന നേതാവ് PK ഗുരുദാസൻ. സംഘടനാ രംഗത്ത് CPIM-ന് ഉണർന്നു പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങൾക്കിടയിൽ ഈ പാർട്ടി സംഘടന തകർന്നു. കഴിഞ്ഞ 10 വർഷം സംഘടന ദുർബലമായി പോയി. ഭരണവും സമരവും സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ വീഴ്ച പറ്റിയെന്നും ഗുരുദാസൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ: പാർട്ടി സംഘടനാ രംഗത്ത് നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് പ്രാദേശികമായിട്ട് സമരങ്ങളൊന്നുമില്ല. ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങളെ ആസ്പദമാക്കിയുള്ള സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ കഴിഞ്ഞ 10 വർഷമായിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് ജനങ്ങളിൽ നിന്ന് പാർട്ടി സംഘടന കുറച്ച് തകർന്നിട്ടുണ്ട്. സെക്രട്ടറിയുടെ വീഴ്ച വെച്ച്, പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ വീഴ്ച വെച്ച് പാർട്ടി സഹകരണ പ്രവർത്തന ശൈലിയിൽ മാറ്റം വന്നു. അടിത്തട്ടിലിറങ്ങി ജനങ്ങളെ സ്വാധീനിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു പ്രവർത്തന ശൈലി ചോർച്ച വന്നു. സുനിഷ അയ്യല്ലൂർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. സുനിഷ, അല്പം വൈകിപ്പോയെങ്കിലും ഏറ്റവും തലമുതിർന്ന നേതാക്കളടക്കം ഇപ്പോൾ രംഗത്ത് വരികയാണ്, വിമർശനം ഉന്നയിക്കുകയാണ്. ഇതൊക്കെ നേരത്തെ ആകാമായിരുന്നല്ലോ എന്നാണ് കേൾക്കുമ്പോൾ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് തോന്നുക. കഴിഞ്ഞ 10 വർഷം പാർട്ടിക്ക് സംഭവിച്ച അപജയങ്ങളെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. സംഘടന തകർന്നു, ജനങ്ങളുമായുള്ള അടുപ്പം തകർന്നു. ഉറപ്പായും വിരൽ ചൂണ്ടുന്നത് പാർട്ടി ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നേരെയും 10 വർഷം കേരളത്തെ നയിച്ച CPM-ലെ അനിഷേധ്യനായ നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും നേരെയാണ്. ഉറപ്പായിട്ടും ഷഹസെ, അതിൽ ഒരു സംശയവുമില്ല. ഈ പറഞ്ഞതുപോലെ ഇടതുമുന്നണിയുടെ നെടുങ്കോട്ടകൾ തന്നെ തകർത്ത തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സ്വാഭാവികമായും തോൽവിയുടെ കാരണം എന്ത് എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഈ സർക്കാരിന് വന്നിരിക്കുന്ന വീഴ്ചയാണോ, അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള മാറ്റമാണോ ഈ കാരണം എന്നുള്ളത് തന്നെയാണ്. അതിന് തന്നെയാണ് ഇപ്പോൾ മുതിർന്ന നേതാവായിട്ടുള്ള PK ഗുരുദാസൻ മറുപടി പറയുകയും ചെയ്യുന്നത്. പാർട്ടി പ്രവർത്തനത്തിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ സംഘടനാ തലത്തിൽ വലിയ തരത്തിൽ ഈ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലടക്കം വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മുതിർന്ന നേതാവായ ഗുരുദാസൻ പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ 10 വർഷത്തെ ഭരണ മുന്നേറ്റം, ഒരുപക്ഷെ 10 വർഷമായി ഇങ്ങനെ തുടർഭരണം നടന്നതിന് ശേഷവും സ്വാഭാവികമായും ജനങ്ങളിലേക്ക് എത്തിച്ചെല്ലാൻ ഈ സംഘടനാ തലത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞില്ല. ഈ സംഘടനാ പ്രവർത്തനം ഒരു യാന്ത്രികമായി മാത്രം കണ്ടു എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ സാധാരണ രീതിയിൽ നേരത്തെ എല്ലാം ജനങ്ങളിലേക്ക് പ്രാദേശിക തലത്തിലെങ്കിലും സമരങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതൊന്നും ഇത്തവണയോ ഈ ഘട്ടത്തിലോ ഈ 5 വർഷക്കാലമോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ സംഘടനാപരമായി ചില അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി തോൽക്കാൻ കാരണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമാകാൻ കാരണം എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത്.